തിരുവല്ലയിൽ വാടക കുടിശ്ശിക വരുത്തിയ സ്പാ കോടതി ഉത്തരവിലൂടെ ഒഴിപ്പിച്ചു. കെട്ടിട ഉടമയ്ക്ക് 15 ലക്ഷത്തിന്റെ നഷ്ടം ഒഴിഞ്ഞുപോയ വാടകക്കാരൻ ഉണ്ടാക്കിയതായി പരാതി. പ്രതിമാസ വാടക ഇനത്തിൽ ലക്ഷങ്ങളുടെ കുടിശ്ശിക വരുത്തുകയും ലൈസൻസില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്ത തിരുവല്ല രാമൻചിറയിലെ വാർബ ബിൽഡിംഗിലെ സ്പാ കോടതി ഉത്തരവിലൂടെ ഒഴിപ്പിച്ചു. കെട്ടിട ഉടമ കരണശ്ശേരിയിൽ ഹിൽവില്ലയിൽ ജോൺ കോശി തിരുവല്ല റെന്റ് കൺട്രോളർ കോടതിയിൽ ബോധിപ്പിച്ച ഹർജി അനുവദിച്ചതിനെ തുടർന്നാണ് നടപടി. വിധി നടപ്പാക്കുന്നതിനായി സമർപ്പിച്ച ഹർജി പ്രകാരം കോടതി മുഖാന്തിരമാണ് കെട്ടിടം ഒഴിപ്പിച്ച് ഉടമയ്ക്ക് കൈമാറിയത്. പ്രതിമാസം 56,000 രൂപ വാടകയ്ക്കും ഓരോ 3 വർഷത്തിലും 15% വർധനവ് എന്ന വ്യവസ്ഥയിലുമാണ് റാന്നി താലൂക്കിൽ കാരിക്കുളം മാവേലിൽ പെരിങ്ങാട്ട് കുടുംബാംഗവും തിരുവല്ല തിരുമൂലപുരം സ്കൈലൈൻ ഫ്ളാറ്റിൽ താമസക്കാരനുമായ മോഹൻ കുര്യൻ്റെ മകൻ കുര്യൻ എം പെരിങ്ങാട്ട് വാടകയ്ക്കെടുത്തത്. ബ്യൂട്ടീഷ്യൻ എന്ന പേരിൽ സ്പാ നടത്തിവന്ന കുര്യൻ ഏകദേശം 15 ലക്ഷത്തോളം രൂപ വാടക ഇനത്തിൽ ഇനിയും കെട്ടിട ഉടമയ്ക്ക് നൽകാനുണ്ടെന്നാണ് ആരോപണം. കൂടാതെ കോടതി ഉത്തരവനുസരിച്ച് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് കെട്ടിടത്തിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ വരുത്താൻ ഇയാൾ ശ്രമിച്ചതായും പരാതിയുണ്ട്. മുനിസിപ്പൽ ലൈസൻസ് ഇല്ലാതെയായിരുന്നു പ്രവർത്തനം. പോലീസ് റെയ്ഡ് കഴിഞ്ഞ 3 വർഷക്കാലമായി മുനിസിപ്പാലിറ്റിയുടെ യാതൊരുവിധ ലൈസൻസുമില്ലാതെയാണ് ഈ കെട്ടിടത്തിൽ സ്പാ പ്രവർത്തിച്ചിരുന്നത്. ഇതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഇവിടെ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിന് മുനിസിപ്പൽ അധികൃതർ പരിശോധന നടത്തി ഇയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ആദ്യം നാച്ചുറൽ എന്ന പ്രമുഖ ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസി എന്ന നിലയിലാണ് ഈ കെട്ടിടം വാടകയ്ക്കെടുത്തത്. എന്നാൽ പിന്നീട് ഈ ബന്ധം വിച്ഛേദിച്ച് കുര്യൻ്റെ ഭാര്യ ക്രിസ്റ്റീനയുടെ നേതൃത്വത്തിൽ ബ്യൂട്ടൽസ് എന്ന പേരിൽ അനധികൃതമായി സ്പാ തുടരുകയായിരുന്നു. കെട്ടിട ഉടമ വിദേശത്തായിരുന്ന സമയത്ത് കുര്യൻ്റെ നിർദ്ദേശപ്രകാരം 2 അന്യസംസ്ഥാന തൊഴിലാളികൾ കെട്ടിടത്തിൻ്റെ ടെറസിൽ അതിക്രമിച്ചു കയറുകയും അവിടെയുണ്ടായിരുന്ന 2 വനിതാ ജീവനക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ കുര്യനും അന്യസംസ്ഥാന തൊഴിലാളികൾക്കുമെതിരെ നിലവിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യം പതിവായിരുന്നു. അന്യസംസ്ഥാനക്കാരായ ജീവനക്കാരും വനിതകളും ഉൾപ്പെടുന്ന സ്പായുടെ മറവിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്ത കെട്ടിട ഉടമയെയും മറ്റ് വാടകക്കാരെയും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പരാതിയുണ്ട്. വഴി തടസ്സപ്പെടുത്തിയും ബാങ്കിൻ്റെ പ്രവർത്തനം തടസ്സമുണ്ടാക്കുന്ന രീതിയിലും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്താണ് ഇവർ വെല്ലുവിളി ഉയർത്തിയിരുന്നത്. സ്പാ ഒഴിഞ്ഞുപോയ ശേഷവും അന്യദേശക്കാരായ ആളുകൾ കെട്ടിട ഉടമയ്ക്കും മറ്റു വാടകക്കാർക്കും ഭീഷണി ഉയർത്തുന്നതായാണ് വിവരം. കെട്ടിട ഉടമയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് സിബി ജെയിംസ് കോടതിയിൽ ഹാജരായി.